بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യ സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ദുർബലവും പരിമിതവുമായ ഈ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ കാത്തിരുന്നിട്ടും ചൂടിന് വലിയ ശമനമൊന്നും വരുന്നില്ല. പരിസരങ്ങളിലൊക്കെ മഴ വർഷിച്ചിട്ടും നമ്മുടെ ഈ ഭാഗത്ത് മഴ വരുന്നേയില്ല. അല്ലാഹു നിശ്ചയിക്കുമ്പോൾ അത് സംഭവിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ. പക്ഷേ കഴിഞ്ഞ ഖുതുബയിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിനോട് അടുക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന വിഷയത്തിൽ, സദഖ നൽകുന്ന വിഷയത്തിൽ, തൗബ ചെയ്യുന്ന വിഷയത്തിൽ നമ്മളൊക്കെയും അമാന്തം കാണിക്കുന്നുണ്ടോ, പിൻവലിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൂടി പരിശോധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് കൂടി നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. ശാസ്ത്രം പറയുകയാണ്, ഏതാണ്ട് 250 ദശലക്ഷം വർഷങ്ങൾക്കകം ഈ ഭൂമിയെ സൂര്യൻ വിഴുങ്ങുവോളം ഭൂമിയിൽ അതികഠിനമായ ചൂട് വന്നെത്താൻ പോവുകയാണ്. അത് വരുന്നതോടുകൂടി കടലിലുള്ള ഭൂഖണ്ഡങ്ങളിലുള്ള ജലങ്ങളൊക്കെയും ബാഷ്പീകരിക്കപ്പെട്ടു പോകും. ഇവിടുത്തെ സസ്തനികൾ, ജീവജാലങ്ങൾ, മനുഷ്യരടക്കം എല്ലാം നാമാവശേഷമായി പോകുന്ന, നശിച്ചു പോകുന്ന ഒരു സമയം വരാനിരിക്കുന്നു എന്ന് ശാസ്ത്രം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ നേരത്തെ നൽകിയ മുന്നറിയിപ്പ് ഈ ലോകം അവസാനിക്കുമെന്നും ഇവിടുത്തെ ജീവിവർഗങ്ങളൊക്കെയും മരിച്ചൊടുങ്ങുമെന്നുമുള്ള വിശുദ്ധ ഖുർആന്റെ താക്കീത്, ഉത്ബോധനം, നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്, അത് ശാസ്ത്രവും നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞു തരികയാണ്. ഈ ലോകം അവസാനിക്കും, അതിനൊരു കാരണം ഉണ്ടായിത്തീരുകയും ചെയ്യും. ചൂട് അമിതമായി വന്നുകൊണ്ടിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിരിക്കുകയാണ്, ഫഇന്ന ശദ്ദത്തിൽ ഹർരി മിൻ ഫത്ഹി ജഹന്നം. കഠിനമായ ചൂട് നരകത്തിന്റെ ആവിയിൽപ്പെട്ടതാണ്. നമ്മൾ ഭൂമിയിൽ അനുഭവിക്കുന്ന സഹിക്കാൻ പറ്റാത്ത ചൂട് അത് നരകത്തിൽ നിന്നുള്ള ചൂടിന്റെ ഭാഗമാണ് എന്ന്, അതിന്റെ രോഷമാണ് എന്ന്, നരകത്തിന്റെ പ്രതിഷേധമോ രോഷമോ ഒക്കെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട്. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം, അല്ലെങ്കിൽ ആ സമൂഹം, മദിയൻ സമൂഹം, ആ സമൂഹത്തിൽ നിന്ന് അടുത്ത് തന്നെ താമസിച്ചു കൊണ്ടിരുന്ന, അതിൻ്റെ അടുത്ത പ്രദേശങ്ങളിൽ തന്നെ നിലനിന്നുകൊണ്ടിരുന്ന, ജീവിച്ചു കൊണ്ടിരുന്ന ഒരു വിഭാഗമാണ് അസ്ഹാബുൽ ഐക്കത്ത്. ഐക്കത്തുകാർ, വനവാസികളായിരുന്ന, മരച്ചില്ലകളിൽ ജീവിച്ചു കൊണ്ടിരുന്ന മനുഷ്യന്മാരായിരുന്നവർ. അവരിലേക്ക് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധന ദൗത്യമായി വന്നു. നിരന്തരം പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ആ ജനങ്ങളൊക്കെ തന്നെയും ഏതാണ്ടെല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്യുമ്പോൾ സ്വീകരിച്ചിരുന്ന ജനങ്ങളുടെ അതേ സമീപനമായിരുന്നു ഈ ഐക്കത്തുകാർ. അസ്ഹാബുൽ ഐക്കത്ത് എന്ന് ഖുർആൻ പല സന്ദർഭങ്ങളിലായി സൂചിപ്പിച്ച ആ വിഭാഗവും ചെയ്തുകൊണ്ടിരുന്നത് പ്രവാചകനെ നിഷേധിച്ചു, പ്രവാചകനെ പരിഹസിച്ചു. എല്ലാത്തരം വൃത്തികേടുകളും, കൊലപാതകം, കൊള്ള, വഞ്ചന, അക്രമം തുടങ്ങി എല്ലാ വൃത്തികേടുകളും അവർ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടന്നു. നല്ല കാര്യങ്ങളൊന്നും സ്വീകരിക്കാതെയാണ് അവർ ജീവിച്ചത് പോയത്. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ വെല്ലുവിളിച്ചു. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവരോടൊരു വെല്ലുവിളി നടത്തി. ആ വെല്ലുവിളി അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന ചോദ്യമായിരുന്നു. ഒരിക്കലും അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അള്ളാഹു അവരിലേക്ക് നമുക്കൊക്കെയും, അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തെ അവഗണിച്ച് ജീവിക്കുന്ന ആളുകൾക്കായി അള്ളാഹു ഒരുക്കിയ നരകശിക്ഷയുണ്ടല്ലോ, ആ നരകശിക്ഷയിലെ താപം,
ആ നരകശിക്ഷയുടെ ചൂട് ഈ സമൂഹത്തിലേക്ക് അങ്ങനെ ആഞ്ഞു വരാൻ തുടങ്ങി, ആഞ്ഞു വീശാൻ തുടങ്ങി. അവർക്ക് സഹിക്കാൻ കഴിയാതായി. വീടുകളിൽ അവർ അഭയം തേടിയിട്ട് അവർക്ക് അവിടെ ഇരിക്കപ്പുറതിയില്ലാതായി. അവർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരുന്നു. ആ ചൂടിന്റെ കാഠിന്യത്തിൽ അവർ ബേജാറിലായി വേർത്തൊലിച്ചു. അങ്ങനെ ഒരു സന്ദർഭമായപ്പോൾ അവർക്കൊരു തണൽ, മേഘത്തിന്റെ തണൽ വന്നെടുത്തു. അവർ സന്തോഷിച്ചു. ചൂടൊക്കെ പോയി എന്ന് കരുതി ആശ്വസിച്ചിരിക്കുന്ന സമയത്ത് അതിനേക്കായ ഭയാനകമായ രീതിയിൽ അങ്ങനെ ഒരു അഗ്നിഗോളം പോലെ മുകളിൽ നിന്നും അവർക്ക് മേൽ തീ പതിക്കപ്പെട്ടു, അല്ലെങ്കിൽ ചൂട് പതിക്കുകയും അവർക്ക് നാമാവശേഷമായി പോവുകയും ചെയ്തു എന്ന് ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതേക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അശ്വറായിൽ ഫകദ്ദബൂ, അവർ കളവാക്കി കളഞ്ഞു, പ്രവാചകൻ അവർ നിഷേധിച്ചു കളഞ്ഞു. ഫഅഖദഹും അദാബു യൗമിൽ ളുല്ല, അങ്ങനെ മേഘത്തണൽ അവർ വിയർത്തൊലിച്ച് ചൂടിന്റെ കാഠിന്യത്താൽ ഓടിക്കൊണ്ടിരിക്കെ അവർക്ക് തണലായി വന്നത് കണ്ട് അവർ സന്തോഷിച്ചു കൊണ്ടിരിക്കെ ആ തണൽ അവർക്ക് പിന്നീട് ഒരു അഗ്നിഗോളമായി തീരുകയും അവരുടെ മേൽ വന്ന് പതിക്കുകയും ചെയ്തു. അതേക്കുറിച്ചാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അതിനാൽ മേഘത്തണൽ മൂടിയ ദിവസത്തെ ശിക്ഷ അവരെ പിടികൂടി. ഇന്നഹു കാന അദാബ യൗമിൻ അളീം, തീർച്ചയായും ഭയങ്കരമായ ഒരു ശിക്ഷ തന്നെയായിരുന്നു അത്. നരകം എന്നുള്ളത് സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാണ്. അതിന്റെ അലയൊലികൾ, അതിന്റെ അരുണനങ്ങൾ, അതിന്റെ ചില ചെറിയ വശങ്ങൾ ഇന്നും ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പല ഘട്ടങ്ങളായി അനുഭവിക്കാൻ അള്ളാഹു നൽകുന്നുണ്ട്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചത്. ഫഇന്ന ശദ്ദത്തിൽ ഹർരി മിൻ ഫതഹി ജഹന്നം, കഠിനമായ ചൂട് അത് നരകത്തിന്റെ ആവിയാണ് എന്ന്. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന സഹിക്കാൻ പറ്റാത്ത ചൂടൊക്കെ നരകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ, വിശ്വാസപരമായി നമുക്ക് കൂടുതൽ ഊർജം നേടിയെടുക്കാനുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം. നരകത്തിൽ പെടുന്നവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. തനിക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞ ശേഷവും ആരെങ്കിലും ദൈവദൂതനുമായി എതിർത്ത് നിൽക്കുകയും നേരത്തെ സൂചിപ്പിച്ച അസ്ഹാബുൽ ഐക്കത്ത് അല്ലാതെ ഒരുപാട് സമൂഹം, പ്രവാചകന്മാരുടെ സമൂഹങ്ങൾ അഖിലവും ഈ രീതിയിൽ പ്രവാചകനെ നിഷേധിച്ചു, സത്യത്തിനെതിരെ നിന്നു. അതേപോലെ അവിടെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തനിക്ക് സന്മാർഗം വ്യക്തമായി കഴിഞ്ഞ ശേഷവും ആരെങ്കിലും ദൈവദൂതനുമായി എതിർത്ത് നിൽക്കുകയും സത്യവിശ്വാസത്തിൻ്റെതല്ലാത്ത മാർഗം അവർ പിന്തുടരുകയും ചെയ്യുന്ന പക്ഷം അവർ തിരിഞ്ഞ വഴിക്ക് അവരെ നാം വിടും. അവരതിലങ്ങനെ ആഘോഷിച്ച് ആർമാദിച്ച് ജീവിച്ചു കൊണ്ടിരിക്കും. പക്ഷേ പടച്ചവനൊരു പിടുത്തം പിടിക്കും, ഒരു പിടുത്തം. ആ പിടുത്തത്തിൽ പിന്നെ അവർക്ക് രക്ഷയില്ല. നരകത്തിയിലിട്ട് നാം അവരെ കരിക്കുന്നതാണ്. അള്ളാഹു പറയുകയാണ്, അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ ഇവിടെ സുഖമായി ജീവിക്കുന്നുണ്ട്, നമുക്കിടയിലുണ്ട്. നമുക്ക് ഭീഷണിയായി, നമുക്ക് ബേജാറായി അവരെങ്ങനെ കത്തിച്ചൊലിക്കുകയാണ്, അവരെങ്ങനെ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുകയാണ്, അവരെങ്ങനെ അധികാര കേന്ദ്രത്തിൽ വിരാജിക്കുകയാണ്. ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഒരു നാൾ അവരെ പിടികൂടുക തന്നെ ചെയ്യും. കത്തിജ്വലിക്കുന്ന നരകം അവർക്ക് വേണ്ടിയാണ് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. വലഖദ് ദറഇനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ഒരുപാട് മനുഷ്യന്മാരെ, ഒരുപാട് ജിന്നുവർഗത്തിൽപ്പെട്ട ആളുകളെ കത്തിജ്വലിക്കുന്ന നരകത്തിന് വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. വെറുതെയല്ല, വെറുതെ കുറെ ആളുകൾ എന്നാൽ നിങ്ങൾ നരകത്തിപ്പോ നിങ്ങൾ സ്വർഗത്തിലായിക്കോട്ടെ എന്ന് പറഞ്ഞല്ല. അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാത്ത, അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരെ പീഡിപ്പിക്കുന്ന ആൾക്കാരെ അള്ളാഹു പിടികൂടുന്ന ഒരു നാളുണ്ട്. ഖുർആനിൽ സൂചിപ്പിച്ചിരിക്കുകയാണ്, അവരെ നരകത്തിലിട്ട് കരിക്കുന്നതാണ്. വളരെ മോശമായ പര്യവസാനമായിരിക്കും ഇന്ന് വലിയ വമ്പന്മാരായി ജീവിക്കുന്ന അവർക്ക് നാളെ ഉണ്ടാവുക എന്ന്
ഖുർആൻ മുന്നറിയിപ്പ് നൽകുകയാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാരി വലൻ തജിദ് ലഹും നസീറാ. തീർച്ചയായും കപട വിശ്വാസികളെ പറ്റിക്കുന്നവർ വേഷപ്പകർച്ചയിലൂടെ വിശ്വാസികൾക്കിടയിലേക്ക് വന്ന് എല്ലാം അലങ്കോലമാക്കുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ അങ്ങനെയുള്ളവരാണ്. അവരെ കുറിച്ചാണ് പറയുന്നത്. കപട വിശ്വാസികൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്. അവർക്ക് അവിടെ ഒരു സഹായിയെയും കണ്ടെത്തുവാൻ കഴിയുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, പ്രവാചകന് ഒരുപാട് ഘട്ടങ്ങളിൽ സഹായിച്ചു കൊണ്ടിരുന്ന പ്രവാചകന്റെ പ്രവാചകന്റെ പിതാവിന്റെ സഹോദരൻ മൂത്താപ്പ അബൂ താലിബ് എല്ലാ ഘട്ടത്തിലും പ്രവാചകനെ സഹായിച്ചു കൊണ്ടിരുന്നു. ആ അബൂ താലിബ് അവസാന ഘട്ടത്തിൽ പക്ഷേ ഈമാനോടുകൂടി മരിക്കാനുള്ള പ്രവാചകന്റെ ആഗ്രഹം പോലും സാധ്യമാകാത്ത വിധത്തിൽ അല്പം ആ ഖുറൈശി ചിന്തകളും ആ ബഹുദൈവ വിശ്വാസത്തിന്റെ ചിന്തകളും ഒക്കെ മനസ്സിൽ പേറിയിരുന്ന, അതിനേക്കാളേറെ സ്വയം അഭിമാനിയായി ജീവിച്ചിരുന്ന, ഇതിൽ നിന്നെങ്ങാനും ഞാൻ വ്യതിചലിച്ചു മാറിപ്പോയാൽ എന്റെ സമൂഹം എന്നെ എന്ത് കരുതുമെന്ന് ഓർത്ത് അഹന്തയോടെ, ചെറിയൊരു അഹന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ജീവിച്ചു മരിച്ചുപോയി. പ്രവാചകൻ ആഗ്രഹിച്ചിട്ട് പോലും ഈമാനോടുകൂടി മരിക്കാൻ അബൂ താലിബിന് കഴിഞ്ഞില്ല. പ്രവാചകനെ ഒരുപാട് സഹായിച്ച വ്യക്തിത്വമായിരുന്നു. ആ അബൂ താലിബിന്റെ ശിക്ഷയെക്കുറിച്ച് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയാണ്. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അഹ്വനു അഹ്ലിന്നാരി അദാബൻ അബൂ താലിബ്. നരക ശിക്ഷയിൽ നിന്ന് ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തി അത് അബൂ താലിബാണ്. എന്ന് വെച്ചാൽ രണ്ട് ചെരുപ്പുകൾ, തീയിന്റെ അഗ്നിയുടെ രണ്ട് ചെരുപ്പുകൾ അദ്ദേഹത്തെ ധരിപ്പിക്കും. അതാ ശിക്ഷ. പക്ഷേ ആ ചെരുപ്പിൽ നിന്നും ഉതിരുന്ന തീയിന്റെ കാഠിന്യത്താൽ അതിങ്ങനെ അരിച്ചരിച്ച് കയറി ആ മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ തലച്ചോറ് തിളച്ചുമറിയും. ഏറ്റവും ചെറിയ ശിക്ഷയാണിത്, ഏറ്റവും ചെറിയ ശിക്ഷ. പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം, എത്ര ഭയാനകമായിരിക്കും അല്ലാഹു അവിടെ ഒരുക്കിയ ശിക്ഷ എന്ന് നാം ചിന്തിക്കണം. ഈ ചൂടിൽ, ഇവിടെ ഉണ്ടാകുന്ന മറ്റ് പ്രതിസന്ധികളിൽ, ഇവിടെ ഉണ്ടാകുന്ന മറ്റ് ബേജാറുകളിലൊക്കെ തന്നെയും നമ്മൾ ഓർക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത് എന്ന് നാം മനസ്സിലാക്കുക. നരകത്തിന്റെ വലിപ്പത്തെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഇരിക്കുകയായിരുന്നു. സഹാബികൾ സൂചിപ്പിച്ചു, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഇരിക്കുകയായിരുന്നു. അപ്പൊ ഒരു ഭയാനകമായ ഒരു വലിയൊരു ശബ്ദം കേട്ടു. ഒരു ശബ്ദം കേട്ടു. ഒരു ശബ്ദം കേട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിച്ചു, അതദ്റൂനി മാ ഹാദാ, മനസ്സിലായോ എന്താണ് ആ ശബ്ദമെന്ന്? അല്ലാഹു വറസൂലുഹു അഅലം, അത് പ്രവാചകനും അല്ലാഹുവിനും അറിയുന്ന വിഷയം മാത്രമാണ്, ഞങ്ങൾക്കറിയില്ല എന്ന് അവർ മറുപടി കൊടുത്തപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കാണ്, ഹാദാ ഹജറുൻ ഉൽഖിയ ഫിന്നാരി, അത് നരകത്തിലേക്ക് എറിയപ്പെട്ട ഒരു കല്ലാണ്. നരകത്തിലേക്ക് എറിയപ്പെട്ട ഒരു കല്ലാണ്. എപ്പോഴാണ് എറിയപ്പെട്ടത്? 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് എറിയപ്പെട്ട ഒരു കല്ലാണത്. ഇപ്പോഴാണത് നരകത്തിന്റെ, അതിങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണത് നരകത്തിന്റെ അടിത്തട്ടിൽ വന്ന് പതിച്ചത്. അതിന്റെ ശബ്ദമാണ് നിങ്ങൾക്ക് കേൾപ്പിച്ചിരിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിരിക്കുകയാണ്. 70 വർഷം മുമ്പേ വീണുകൊണ്ടേയിരുന്ന ഒരു കല്ല്. അതിന്റെ സ്പീഡൊക്കെ കണക്ക് കൂട്ടുമ്പോൾ എത്ര വലുതായിരിക്കും നരകം, എത്ര വലുതായിരിക്കും നരകം. നരകത്തിനെ കുറിച്ച് പറയുന്നു, നിറഞ്ഞു കവിഞ്ഞോ, നിനക്ക് തൃപ്തിയായോ, നിന്റെ വയറ് നിറഞ്ഞോ, നിനക്ക് പൂർണ്ണമായ തൃപ്തിയായോ എന്ന രീതിയിൽ അല്ലാഹു നരകത്തോട് ചോദിക്കും. നിറഞ്ഞിരിക്കുകയാണല്ലോ നരകം. ഒരുപാട് ആളുകൾ
നേരത്തെ സൂചിപ്പിച്ചതുപോലെ കത്തിജ്വലിക്കുന്ന നരകത്തിന് വേണ്ടി മലക്കുകളെയും മനുഷ്യരെയും ജിന്നുകളെയും മനുഷ്യരെയും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവരെയൊക്കെ നരകത്തിലേക്ക് നിറക്കപ്പെട്ടപ്പോൾ നരകത്തോട് ചോദിക്കുകയാണ്, നിറഞ്ഞു കവിഞ്ഞോ? നരകം പറയുന്ന മറുപടി എന്താണെന്നറിയോ? ഇനിയും കൂടുതലായി എന്തെങ്കിലും ഉണ്ടോ? ഇനിയും നിറക്കാൻ എന്നിൽ സ്ഥലമുണ്ട്. ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങ് വന്നോട്ടെ എന്ന രീതിയിലാണ് നരകം ഒരുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അന്ന് നരകം കൊണ്ടുവരപ്പെടും. അതിന് 70,000 കടിഞ്ഞാണുകൾ ഉണ്ടായിരിക്കും. ഓരോ കടിഞ്ഞാണിനും 70,000 വീതം മലക്കുകളും ഉണ്ടായിരിക്കും. 70,000 കടിഞ്ഞാൺ, ഓരോ കടിഞ്ഞാണിനും 70,000 മലക്കുകൾ. അപ്പൊ ഒന്ന് കണക്കൂട്ടി നോക്ക്. അങ്ങനെയാണ് നരകത്തെ വലിച്ചു കൊണ്ടുവരപ്പെടുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞതായി അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, നരകത്തിലുള്ള അവിശ്വാസിയുടെ 2 ചുമലുകൾ, ആ ചുമലുകൾക്കിടയിലെ ദൂരം അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രികൻ, അതിവേഗതയിൽ, അന്നത്തെ വേഗതയെ കുറിച്ച് നമുക്കറിയാമല്ലോ, എന്തൊക്കെ വേഗതകളുള്ള വാഹനങ്ങളാണ് ഇന്നൊക്കെ ഉള്ളത്. അപ്പൊ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു യാത്രികൻ 3 ദിവസം സഞ്ചരിക്കുന്ന ദൂരമുണ്ടാകും ഒരു അവിശ്വാസിയുടെ ചുമലും മറുചുമലും തമ്മിൽ. പ്രിയപ്പെട്ടവരെ, നരകത്തിൽ നമുക്ക് രക്ഷ നേടണം. മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാഗ്നിയെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ. ഖുർആൻ അടിക്കടി ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന, നമ്മളൊക്കെ കത്തിക്കപ്പെടുന്ന വിറകുകളാണ് അവിടെ. അതിനെ നിങ്ങൾ സൂക്ഷിക്കണേ. വിശുദ്ധ ഖുർആൻ സൂറത്ത് തഹ്രീം പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും സ്വദേഹങ്ങളെയും നിങ്ങളെയും ഒക്കെ തന്നെ നരകത്തിൽ നിന്ന് കാത്തോളണമേ. നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ ഇണയെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ സഹോദരങ്ങളെ, നിങ്ങളുടെ അഹുരുകാരെ, നിങ്ങളുടെ സുഹൃത്തുക്കളെ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നവരല്ലേ? അവർക്കൊരു നന്മ വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? അതിനായി പരിശ്രമിക്കുന്നവരല്ലേ? ഏറ്റവും വലിയ നന്മ സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ്. ആ നന്മയിലേക്ക് അവരെ ക്ഷണിക്കണമെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറത്തു അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. നരകാഗ്നിയിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങൾ കാത്തുരക്ഷിക്കണമേ. ആ നരകത്തിന്റെ മേൽനോട്ടത്തിന് പരുക്കന്മാരായ അതിശക്തന്മാരായ മലക്കുകളായിരിക്കും ഉണ്ടായിരിക്കുക. അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ അവനോടവൻ ഒരു അനുസരണക്കേടും കാണിക്കൂല. നമ്മളൊന്ന് ചിരിച്ച് കാണിച്ചാൽ, നമ്മളൊന്ന് മയക്കാൻ ശ്രമിച്ചാൽ, നമ്മളൊരു പഞ്ചാര വാക്ക് പറഞ്ഞാൽ മയങ്ങിപ്പോകുന്നവരല്ല നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ. പടച്ചവന്റെ കൽപ്പന എന്തുണ്ടോ അത് അക്ഷരം പ്രതി അനുസരിക്കുന്നവരാണ് മലക്കുകൾ. ആ മലക്കുകളാണ് ശക്തരായ, നമ്മെ ഭയപ്പെടുത്തുന്ന രൂപസാദൃശ്യമുള്ള മലക്കുകൾ. ആ മലക്കുകളായിരിക്കും അവന്റെ കാവൽക്കാർ. അതിന്റെ മേൽനോട്ടം പരുഷ സ്വഭാവമുള്ള ശക്തരായ മലക്കുകളായിരിക്കും. അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ അവനോടവൻ അനുസരണക്കേട് കാണിക്കുന്നതേ അല്ല. അതുകൊണ്ട് തന്നെ അവർ പ്രവർത്തിക്കും അവരോട് കൽപ്പിച്ച കാര്യം. നരകത്തിയിൽ നമ്മെ വലിച്ചെറിയാൻ, ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങുന്നതിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ നമ്മളെ കണ്ട് മയങ്ങിപ്പോകൂല. നമ്മുടെ നിസ്സഹായത കണ്ട് മനസ്സലിയുന്നവരല്ല. അവരാ ശിക്ഷ മുറപ്രകാരം, പടച്ചോന്റെ കൽപ്പന പ്രകാരം നടത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഒരു ഭയാനകമായ നരകം, അള്ളാഹു ഒരുക്കി വെച്ച നരകം. ആ നരകം സ്വർഗാവകാശികളായ ആളുകൾ വരെ കാണേണ്ടി വരുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ കാണിക്കും, എല്ലാവരെയും കാണിക്കും. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന പ്രവാചകൻ പറഞ്ഞു, നിശ്ചയമായും നരകം എന്നോട് അടുത്തു. പ്രവാചകന്റെ അടുത്തേക്ക് നരകം വന്ന് നരകച്ചൂട് ഞാൻ എൻ്റെ മുഖത്തു നിന്ന്
മാറ്റിക്കളഞ്ഞു, ഊതി മാറ്റിക്കളഞ്ഞു. ചൂട്, നരകത്തിന്റെ ചൂട്, അസഹ്യമായ ചൂട് പ്രവാചകനിലേക്ക് വരെ അടുക്കാൻ ശ്രമിച്ചു. പ്രവാചകനിൽ നിന്നും അത് അകറ്റപ്പെട്ടു എന്ന് ഒരു ഹദീസുണ്ട്. അപ്പോൾ ഈ നരകം എന്നുള്ളത് നമ്മൾ ഏത് സമയത്തും എത്തിപ്പെടാവുന്ന ഒരു ലോകമാണ്. ഒരുപാട് കാലത്തിന് ശേഷം, യുഗാന്തരങ്ങൾക്ക് ശേഷം, മന്വന്തരങ്ങൾക്ക് ശേഷം അല്ല, തൊട്ടടുത്ത നിമിഷം നമ്മൾ എത്തിപ്പെട്ടേക്കാം ആ നരകത്തിലേക്ക്. ഖബറിൽ വെച്ച് നമ്മുടെ ഇരിപ്പിടം, നമ്മുടെ മൈസറയിലെ ഇരിപ്പിടം സ്വർഗത്തിലെ ഇരിപ്പിടമാണെങ്കിൽ അത്, നരകത്തിലെ ഇരിപ്പിടമാണെങ്കിൽ അത്, അവയൊക്കെ 2 നേരങ്ങളിലായിട്ട് ഖബറിൽ വെച്ച് കാണിക്കപ്പെടുമെന്നും ഒരു ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവം നമുക്ക് വരാൻ വലിയ കാലതാമസമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ പോയി ഉച്ചഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം. നമ്മൾ ഈ പള്ളിയിൽ നിന്നും ജുമാ നമസ്കരിച്ച് പുറത്തിറങ്ങും മുമ്പേ ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം. ഈ നിമിഷത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന ആരൊക്കെയോ മരിച്ചു പോയിട്ടുണ്ടാവാൻ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മളത് അറിയുക. അതാണ് ജീവിതം. നരകത്തിലേക്ക് എത്തിപ്പെടാൻ നിമിഷങ്ങളുടെ ദൈർഘ്യം പോലുമില്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചൂടും ഈ കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ തന്നെ നമ്മെ നരകച്ചൂടിനെ കുറിച്ചുള്ള ബോധം ഉള്ളിലേക്ക് നിറച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വിശുദ്ധ ഇസ്ലാമിന്റെ ആ ഇസ്സത്തോടെ ജീവിക്കാൻ, ഏറ്റവും സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ള പരിശ്രമം നമ്മൾ ഓരോരുത്തരും നടത്തുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു മൻ ലാ നബിയ്യ ബഅദഹു വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഈ ജീവിതം എപ്പോഴും പിരിഞ്ഞു പോകേണ്ടി വരുമെന്ന് ഓർത്തു വെക്കേണ്ടുന്ന, നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത ഈ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളോടൊക്കെ പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിന, ഞങ്ങൾക്ക് നീ നൽകണം, ഫിദ്ദുനിയാ ഹസന, ഈ ലോകത്ത് ഹസനാത്തുകൾ, നന്മകൾ, ഈ ലോകത്ത് നീ നന്മ നൽകണമേ, വഫിൽ ആഖിറതി ഹസന, പരലോകത്തും നീ ഞങ്ങൾക്ക് നന്മകൾ നൽകണമേ. റബ്ബേ, നീ ഞങ്ങൾക്ക് ഈ ലോകത്ത് നന്മകൾ നൽകണം. ഈ ലോകത്തും വേണം നമുക്ക് നന്മകൾ. തിന്മകൾക്കൊപ്പം സഞ്ചരിക്കുന്നവരായി പോകരുത് നമ്മൾ. നമുക്ക് ഈ ലോകത്ത് നന്മകളുടെ ഒപ്പം സഞ്ചരിക്കുന്നവരായി തീരാൻ കഴിയണം. അതിന് പ്രാർത്ഥന കൂടി പ്രവർത്തനങ്ങൾക്കോടൊപ്പം അനിവാര്യമാണ്. ആ പ്രാർത്ഥനയാണ് ഇവിടെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബേ, നീ ഞങ്ങൾക്ക് ഈ ലോകത്ത് നന്മകൾ നൽകണമേ, പരലോകത്തും നന്മകൾ നൽകണമേ, വഖിനാ അദാബന്നാർ. റബ്ബേ, നരകശിക്ഷയെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഓരോ വിശ്വാസിയും നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ പ്രാർത്ഥന. സലാം വീട്ടുന്നതിന് മുമ്പായി ചൊല്ലുന്ന വാചകങ്ങളാണ് ഔദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിന്നാർ. ഖബറിലെ ശിക്ഷയെ തൊട്ടും നരകത്തിന്റെ ശിക്ഷയെ തൊട്ടും നിന്നിൽ ഞാൻ അഭയം തേടുന്നു. പ്രാർത്ഥിക്കണം നമ്മളത്. അതിന് തഹിയാത്തിലോ നമസ്കാരത്തിലോ മാത്രം പ്രാർത്ഥിക്കേണ്ടതല്ല. നമ്മുടെ മനസ്സകത്ത് അതിന്റെ മന്ത്രങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വന്നജാത മിനന്നാർ. മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്നത വന്നജാത മിനന്നാർ. അല്ലാഹുവേ, നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുകയാണ്, സ്വർഗത്തിന്റെ അവകാശിയാക്കണമേ. നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഒപ്പം തന്നെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കുകയും ചെയ്യണമേ. നരകത്തിൽ നിന്ന് രക്ഷയും
നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒട്ടേറെ പ്രാർത്ഥനകളിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട, ചൊല്ലിക്കൊണ്ടേയിരിക്കേണ്ട, നിർവഹിച്ചുകൊണ്ടേയിരിക്കേണ്ടുന്ന ചില പ്രാർത്ഥനകളാണിത്. മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ, മറന്നു പോകരുത് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കൊച്ചുകുട്ടികളെ. ജീവിതത്തിന്റെ തിരക്കിൽ, ആഘോഷത്തിന്റെ തിമിർപ്പിൽ ഓടിച്ചാടി കളിക്കുന്ന പുതിയ കാലത്തെ ആ ഘട്ടങ്ങളിൽ നിന്നും ഇത് മറന്നു പോകല്ലേ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ മറന്നു പോകല്ലേ. നരകവും സ്വർഗവും അത് മറന്നു പോകല്ലേ. നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണത്. നമുക്ക് ഏതാണ് വേണ്ടത് എന്ന് നമ്മളോട് തിരഞ്ഞെടുക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് സ്വർഗം വേണോ, അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നരകമാണോ വേണ്ടത്, അതെങ്ങനെയായിരിക്കും ജീവിക്കേണ്ടതെന്നതും പ്രവാചകൻ അല്ലെങ്കിൽ ഖുർആൻ, ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, വളർന്നു വരുന്നവരെ, നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും, പതറിപ്പോകുന്ന എല്ലാ ഘട്ടങ്ങളിലും, ആഘോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ ആ തിമിർപ്പിൽ ഒക്കെയും മറന്നു പോവാത്ത രീതിയിൽ പടച്ചവന്റെ ഈ പ്രാർത്ഥനകൾ, നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്നാണ് ഒരു അവസാന വാക്കെന്ന രീതിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കൂടിച്ചേരലും, ഈ ഇരുത്തവും, ഈ പ്രാർത്ഥനയും, ഈ പ്രവർത്തനവും, ഈ വാക്കുകളുമൊക്കെ പടച്ചവൻ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, മഴയ്ക്ക് കാത്തിരിക്കുകയാണ് റബ്ബേ ഞങ്ങൾ. മഴ ഞങ്ങളിൽ നീ വർഷിപ്പിക്കണമേ അല്ലാ, എളുപ്പത്തിൽ വർഷിപ്പിക്കണമേ അല്ലാ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അടുത്തടുത്ത് മഴ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. റബ്ബേ, നിന്റെ കനിവുണ്ടെങ്കിലേ അത് സംഭവിക്കുകയുള്ളൂ. റബ്ബേ, നിന്റെ തീരുമാനമുണ്ടെങ്കിലേ അത് സംഭവിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് നീ കനിവ് നൽകണമേ, ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിക്കണമേ അല്ലാ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഈ ലോകത്ത് സത്യവിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസി സമൂഹത്തിന് നീ സുരക്ഷിതത്വവും ധൈര്യവും സ്ഥൈര്യവും വിജയവും പ്രദാനം ചെയ്യണമേ അല്ലാ. അങ്ങിങ്ങായി പല ഭാഗത്തു നിന്നും വിശ്വാസികളെ പ്രയാസപ്പെടുത്തുന്ന, വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുന്ന, വിശ്വാസികളെ പീഡിപ്പിക്കുന്ന സമീപനങ്ങൾ നിർലോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് റബ്ബേ. പതറിപ്പോകുന്ന ഒരു സാഹചര്യം വിശ്വാസികൾക്ക് നീ നൽകരുതേ അല്ലാ. വിശ്വാസികളെ നീ വിജയികളുടെ കൂട്ടത്തിൽ, വിജയിക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ, കരുത്തുള്ളവരുടെ കൂട്ടത്തിൽ, ഉറച്ച ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണമേ അല്ലാ. അനാവശ്യമായി വിശ്വാസികൾക്കെതിരെ കരുനീക്കങ്ങൾ നടത്തുന്നവരുടെ പ്രവർത്തനങ്ങൾ നീ ദുർബലപ്പെടുത്തണമേ അല്ലാ, നീ പരാജയപ്പെടുത്തണമേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങളൊക്കെയും നീ പുറത്തു തരണമേ നാഥ. ചെറുതും വലുതുമായ പാപങ്ങൾ, അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങൾ കാരുണ്യവാനായ റഹ്മാനെ നീ പുറത്തു തരണമേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ അല്ലാ. ദുനിയാവിൽ ജീവിക്കുന്ന അവശരായ, ക്ഷീണിതരായ, രോഗികളായ ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർക്ക് നീ സുഖം നൽകണമേ, ആശ്വാസം നൽകണമേ. അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണമേ അല്ലാ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും അപകടം പോലുള്ള, രോഗം പോലുള്ള പ്രയാസകരമായ പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഒക്കെ നീ കാത്തി രക്ഷിക്കണമേ അല്ലാ. ഞങ്ങളിൽ നിന്നും പിരിഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ. അവർക്ക് ജന്നാത്തിൽ ഫിർദൗസിൽ നീ ഇടം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരയണമേ അല്ലാ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സത്യവിശ്വാസികൾക്ക് നീ സുരക്ഷിതത്വവും സംരക്ഷണവും നൽകണമേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم اسقنا غيثا مغيثا مريئا مريعا. اللهم اسقنا غيثا مغيثا مريئا مريعا نافعا غير ضار عاجلا غير آجل. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.